2025 ജനുവരി മാസം 25-ാം തീയതി 23ാമത് അഡ്വക്കേറ്റ് എൻ ഗോവിന്ദൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷനിൽ വെച്ച് നടന്നു. അവാർഡ് ദാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജി ഗിരീഷ് നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഈശ്വരൻ എസ് മെമ്മോറിയൽ സ്പീച്ച് നടത്തി. വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു. സ്നേഹഗീതമേകിലും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം എന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്പ പോലും അമൃതമാകണേ. പൂർണ്ണമീശ്വരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. Continuous pursuit of knowledge. For Advocate Govindan Nair sir, it was the same for a period of 58 years of active and success practice, right from the day of enrollment back in 1942. He was also served as Advocate Government Leader and Public Prosecutor at Pathanamthitta from 1965 to 1968, and another term from 1974 to 1977. He was also a Director Board member of NSS and had involvement in the socio-cultural spheres at Pathanamthitta. To begin with, now I would like to invite Advocate T.S. Sirajuddin sir, Secretary District Bar Association, to deliver the welcome speech. പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് സാംകൃഷി അവർ നമ്മുടെ ഇന്ന് ഇവിടെ നടക്കുന്ന 23ാമത് എൻ ഗോവിന്ദൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോമൻ കോശി അവർക്ക്, ബഹുമാന്യനായ അഡീഷണൽ സെക്ഷൻ ജഡ്ജസ്, സബ് ജഡ്ജ് മുൻസിഫ് പത്തനംതിട്ട, പത്തനംതിട്ട, ബഹുമാന്യനായ ഗവർണർ, സീനിയർ അഭിഭാഷകർ, ഹൈക്കോടതി ജഡ്ജി പാർലമെന്റ് ജസ്റ്റിസ് ശ്രീ ഗിരീഷ്, Honorable Mr. Justice Ishwaran S. Mr. Secretary Exam League, dear Rahman sir,
പ്രൊഫസർ അൻജി, വർഷ ജോമൻ ജോഷി, ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജസ്, DNSA സെക്രട്ടറി, ബഹുമാനപ്പെട്ട FMC, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട സീനിയർ അഡ്വക്കേറ്റ് സഹോദരന്മാർ, നമുക്കെല്ലാം ഒരു 25 അല്ലെങ്കിൽ 30 കൊല്ലത്തെ കൂടുതൽ പ്രാക്ടീസ് ഉണ്ട്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ് വാദം പറയുന്നത്. കോർട്ട് പ്രാക്ടീസ് പോലെ ഞങ്ങളെ അവിടെ സ്ഥിരമായി പ്രവർത്തിക്കുകയാണ്. അവിടെ നിന്ന് കേസുകൾ മൊത്തം തീർത്ത് പഠിച്ചതിന് ശേഷം മാത്രമേ തിരിച്ച് ഓഫീസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ഇത് പറയുന്നതിന് കാരണം ഇന്നിവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ വ്യക്തിത്വം ഇതേപോലെ നമ്മളെപ്പോലെ നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ വ്യക്തിത്വം ഇതേപോലെ നമ്മളെപ്പോലെ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിന് ഇവിടെ സീനിയേഴ്സിൻ്റെ കേസുകളെല്ലാം പഠിച്ച് വീട്ടിൽ പോയി അത് കൂടുതൽ വ്യത്യസ്തമാക്കി ജുഡീഷ്യൽ ടെസ്റ്റ് എഴുതി 1ാം റാങ്കിൽ പാസ്സായി ജുഡീഷ്യൽ സർവീസിൽ കയറി. പിന്നീട് നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് മുതൽ തലശ്ശേരി വരെയുള്ള സ്ഥലങ്ങളിൽ ജോലി നോക്കി ഇന്ന് ഹൈക്കോടതിയിലേക്ക് എലിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇന്ന് ഈ ഗോവിന്ദൻ നായർ സാർ മെമ്മോറിയൽ എൻഡോമെൻറ്റിൻ്റെ അവാർഡ് ദാനത്തിൽ എത്തിച്ചേർന്നത് നമുക്ക് വളരെയധികം അഭിമാനകരമായ ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർത്തിരിക്കുന്ന ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ഈശ്വരനസ്, അദ്ദേഹത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കിട്ടിയൊരു സംഗതിയാണ്. അദ്ദേഹത്തോട് 2 ദിവസം മുമ്പാണ് നമ്മൾ ഇങ്ങനെ വരണമെന്ന് ആവശ്യപ്പെടുന്നത്. യാതൊരു മടിയും കൂടാതെ ഇന്ന് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത് നമ്മളോടൊപ്പം ചേർന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇനിയും ഗോവിന്ദൻ നായർ സാറിനെ കുറിച്ച് പറയാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഗിരീഷ് തുടങ്ങിയവരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. Now I would like to invite our guest of honor, Honorable Justice G. Girish sir and Honorable Justice Ishwaran. Please come forward. Honorable Justice G. Girish sir had enrolled as an advocate in the year 1990. He had started practicing at Adur. Later, he has entered into Kerala Judicial Service as Munsir in the year 1997. He got promoted as District and Sessions Judge in the year 2014. Later in the year 2023, he was sworn in as Additional Judge of the Court of Kerala. Sir, for inaugural address, I would like to invite our guest of honor, Honorable Justice G. Girish sir, please come. യോഗത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ പ്രിയ സുഹൃത്തുമായ അഡ്വക്കേറ്റ് സുൽത്താൻ ബോസി, എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ബ്രദർ ഓണറബിൾ ജസ്റ്റിസ് ഈശ്വരൻ, അഡ്വക്കേറ്റ് മിസ്റ്റർ PH സിറാജുദ്ദീൻ, അഡ്വക്കേറ്റ് ഗീതാസ്ഥാനം ഇത് മനോഹരമായി
വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥനാകാലം ആലപിച്ച അഡ്വക്കേറ്റ് ശ്രീമതി കുഞ്ഞിദാസ് ഇവിടെ സന്നിധനായിട്ടുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് ശ്രീ ജി അനിൽകുമാർ, ഇവിടെ സന്നിധരായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ട ന്യായാധിപ സഹോദരി സഹോദരന്മാർ, അഡ്വക്കേറ്റ് മിസ്റ്റർ ജോമോൻ കോശി, അഡ്വക്കേറ്റ് ഇത്രയും ബഹുമാന്യരായിട്ടുള്ള സീനിയർ അഭിഭാഷകരെ, പ്രിയപ്പെട്ട അഭിഭാഷക സഹോദരി സഹോദരന്മാർ, അഡ്വക്കേറ്റ് ക്ലർക്സ്, കോടതി ജീവനക്കാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, കഴിഞ്ഞ മാസം തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ കാര്യം ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റിനോട് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദിവസം ഫിക്സ് ചെയ്ത് തീരുമാനിച്ചതായിട്ട് അറിഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഈ ചടങ്ങിലെ എൻ്റെ റോളെന്ന് പറഞ്ഞ ഒരു മെമ്മോറിയൽ അഡ്രസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണക്കാക്കി ഞാൻ പഴയ ചില ഓർമ്മകളൊക്കെ ചെരിഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ 2 ദിവസം എൻ്റെ സാധാരണ വർക്ക് കൂടാതെ ബെയിൽ മാറ്റർ കേൾക്കുന്ന ജഡ്ജി അവധിയായതുകൊണ്ട് അഡീഷണലായിട്ട് ആൻറ്റിസിപ്പേറ്ററി പേയ്മെൻറ്റ് റെഗുലർ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മാറ്റേഴ്സ് എല്ലാം കൂടെ വളരെ പ്രശ്നമായതുകൊണ്ട് അങ്ങനെ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇവിടെയാണ് ഗോവിന്ദൻ സാറിൻ്റെ മഹത്വം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അദ്ദേഹം കമ്പ്യൂട്ടർ മെമ്മറി ഉള്ള ഒരാളായിരുന്നു. ഇന്ന് നമ്മൾ കേസിലോ മനസ്സിലാക്കാനായിട്ട് ജുഡീഷ്യൽ പ്രീസിഡൻസ് നോക്കാനായിട്ട് നമുക്ക് അനേക ഉപാധികളുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗം അതുപോലെ പുരോഗമിച്ചു. നമ്മളങ്ങനെ പല കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് ആർട്ടിഫിഷ്യലായിട്ടുള്ള മെഷീൻ്റെയും സഹായത്തോടുകൂടി കേസിലോ കണ്ടുപിടിക്കുകയും പല കാര്യങ്ങളിലും എങ്ങനെ കേസ് നടത്താം എന്ന് വളരെ നല്ല രീതിയിൽ എങ്ങനെ കേസ് നടത്താമെന്ന് മനസ്സിലാക്കി ചെയ്യുകയും ചെയ്തു. പക്ഷേ അന്ന് പഴയ ഒരു 30 വർഷം മുമ്പ് ഗോവിന്ദൻ സാർ മറ്റ് പ്രമുഖരായിട്ടുള്ള പല സീനിയർ അഭിഭാഷകരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പരമാവധി വന്നാൽ ബാർ അസോസിയേഷനിൽ വന്നൊരു ഡൈജസ്റ്റ് എടുത്ത് ALT ഡൈജസ്റ്റ് മാനുവലൊക്കെ എടുത്തിട്ട് പഴയ ഡെസിഷൻസ് ഒക്കെ നോക്കി കണ്ടുപിടിക്കുക. ഇത് വളരെ ഭയങ്കര വലിയ ടാസ്ക്കായി. അങ്ങനെ അതൊക്കെ സഹിച്ച് അന്ന് അങ്ങനെയായിരുന്നു ഓർക്കാലത്ത് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്. 1992 ഞാൻ ഇവിടെ പത്തനംതിട്ട കോടതികൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നത്. 1990 ഡിസംബറിൽ എൻറോൾ ചെയ്തെങ്കിലും ആദ്യം അടൂരാണ് പ്രാക്ടീസ് തുടങ്ങിയത്. പിന്നീട് പത്തനംതിട്ട ഡിസ്ട്രിക്ട് സെൻറ്ററിൽ പ്രാക്ടീസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനും കുറച്ചുകൂടെ വളരെ വിപുലമായ രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ്, വളരെ ഗഹനമായിട്ടുള്ള നിയമ അപഗ്രഥനവും ഒക്കെ കോടതി മുറികളിൽ ഉണ്ടാകുന്നത് ഡിസ്ട്രിക്ട് സെൻറ്ററിലാണ് എന്ന് മനസ്സിലാക്കി ഡിസ്ട്രിക്ട് സെൻറ്ററിലോട്ട് വരാൻ ശ്രമം നടത്തി. അപ്പം അന്ന് ഞാൻ നോക്കി ആരാണ് ഇവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ളത് നോക്കിയപ്പോഴാണ് ആദ്യം പേര് വരുന്നത് ഗോവിന്ദൻ സാറിൻ്റെ പേരാണ്. പിന്നെ നരേന്ദ്രനാഥ് സാറുണ്ട്. പിന്നീട് ഞാൻ ഗോപിനാഥ് നായർ സാറ്, ഗോപിനാഥ് നായർ സാറ് ആദ്യ നിരയിലാണ്. സെക്കൻഡ് റോയിൽ ലക്ഷ്മി ചാക്കോ സാറ്, സൽമൻ സാറ്, ശശിധരൻ സാറ്, ബാബു സാമൽ സാറ്, അങ്ങനെ അടുത്ത റോയിലുണ്ട്. അപ്പോൾ ഞാൻ ഗോവിന്ദൻ സാറിൻ്റെ ജൂനിയർ ആകാൻ പോകുന്ന അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ രക്ഷയില്ല, സാറിനെ ആദ്യം ജൂനിയേഴ്സിനെ ഒന്നും എടുക്കുന്നില്ല. സാറിൻ്റെ അനന്തരവനായിട്ടുള്ള രാധാകൃഷ്ണ സാറ് ആണ് പ്രധാനമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അത് ആ ഒരു ആഗ്രഹം അതോടുകൂടി മാറ്റിവെച്ചു. പിന്നീട് 2 പേര് അലക്സ് ബിജാക്കോ സാർ ഉൾപ്പെടെ 2 പേരുടെ ജൂനിയർ ആകാനൊരു ചില ശ്രമം നടത്തി. അലക്സ് സാറിൻ്റെ ചേമ്പറി വന്ന് അലക്സ് സാറിനോട് സംസാരിച്ചിരുന്നു. സാറോട് ഞാൻ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ നന്മയുമായിട്ട് പറഞ്ഞു വിട്ടു. പിന്നീടാണ് ഗോപി സാറിൻ്റെ ജൂനിയറായിട്ടൂടെ വരാൻ കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നല്ല ഓഫീസ് ഇത് കിട്ടി. അപ്പോൾ നമ്മുടെ
പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ സാം പറഞ്ഞ പോലെ കോടതി മുറിയിൽ ചെന്ന് സീനിയേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കേട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഉദ്ദേശം. അപ്പം അങ്ങനെ ഗോവിന്ദൻ സാർ ആർഗ്യൂ ചെയ്യുന്നതിൽ കേൾക്കാനായിട്ട് ഒരു കോടതി മുറിയിൽ അപ്പീലാണോ അതോ സബ്കോടതിയിലെ ഏതോ കേസാണോ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഏറ്റവും ബാക്ക് റോയിൽ ചെന്നിരുന്നു. കേസ് വിളിച്ച് കേസ് ആർഗ്യൂ ചെയ്യുന്നു. പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഗോവിന്ദൻ സാർ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് ആർഗ്യൂ ചെയ്യുന്നത്. ജഡ്ജും രണ്ടുപേരും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ബാക്കിലിരുന്നാൽ കേൾക്കാം, പക്ഷെ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതേപോലെ സോഫ്റ്റായിട്ടാണ് സാറിൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഞാനന്നേരം സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ സോഫ്റ്റായിട്ട് ആർഗ്യൂ ചെയ്താൽ മതിയോ കോടതിയിൽ? ഇങ്ങനെ ആയി കഴിഞ്ഞതൊക്കെ ജഡ്ജിൻ്റെ തലയിൽ കയറുമോ? അങ്ങനെയൊക്കെ എനിക്കൊരു സംശയം തോന്നി. ആ സംശയം എന്നോട് ദൂരീകരിച്ച് ഞാൻ ജഡ്ജായതിനു ശേഷമാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ സോഫ്റ്റായിട്ട് വളരെ പതിയ സ്വരത്തിൽ ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായി. ആർഗ്യൂ ചെയ്യുമ്പോൾ വളരെ ഒച്ചത്തിൽ ദിഗന്ധം മുഴങ്ങുമാർ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജ് ഇതെന്തായാലും എൻ്റെ ചെവിയിൽ അടിച്ചു കയറും. ഒരു 10-15 ഡെസിബൽ ഇതിലാണ് കയറുന്നത്. പിന്നെ അത്ര ശ്രദ്ധിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് വിചാരിച്ച് കസേരയിൽ ഇങ്ങനെ ബാക്കിലോട്ട് ചാരിക്കണം. അത് വളരെ ഉച്ചത്തിൽ ആർഗ്യൂ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ആർഗ്യൂ ചെയ്യുന്ന കോടതി ശ്രദ്ധിച്ചാൽ അറിയാം. ജഡ്ജസ് ബാക്കിലോട്ട് അങ്ങ് ചാരി റിലാക്സ്ഡ് ആയിട്ട് കിടക്കും. ഉച്ച കഴിഞ്ഞൊക്കെയാണ് ചിലർ മയങ്ങി പോവുകയും ചെയ്യും. എന്നിരുന്നാലും ഇതിങ്ങനെ ചെവിയിൽ അടിച്ച് കേൾക്കുന്നതുകൊണ്ട് വൈകുന്നേരം ചിലപ്പോൾ ഓർക്കും. കേട്ടതിൻ്റെ ഫ്രീക്വൻസി അതേപോലുള്ളതായതുകൊണ്ട് ഓർക്കും. അപ്പോൾ അങ്ങനെ ഒരു ദോഷമുണ്ട്. നേരെ മറിച്ച് വളരെ പതിഞ്ഞ സ്വരത്തിൽ സോഫ്റ്റായിട്ട് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ ഇരിക്കുന്ന ജഡ്ജിൻ്റെ പൊസിഷൻ പറഞ്ഞ് ഫ്രണ്ടിലോട്ട് ആഞ്ഞ് വളരെ ശ്രദ്ധയോടെ കേട്ട്, അപ്പം ജഡ്ജിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് സാർ ഇങ്ങനെ സോഫ്റ്റായിട്ട് ആർഗ്യൂ ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലായത് ആ സമയത്താണ്. ആർഗ്യുമെൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സാറിൻ്റെ എല്ലാ ചലനങ്ങളും സാറിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം വളരെ സോഫ്റ്റാണ്. സാറിൻ്റെ ഡീലിങ്സ് കഴിഞ്ഞാൽ സോപ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണ്. യഥാർത്ഥ മലയാളം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. മലയാളത്തിൽ എങ്ങനെ ഈ സോപ്രിറ്റി, സോഫ്റ്റ്നെസ്, ഹ്യൂമിനിറ്റി ഇതിൻ്റെയൊക്കെ ഒരു മൂർത്തിഭാവമായിരുന്നു സാർ. ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ രാവിലെ കോടതി പോകാനായിട്ട് ഇറങ്ങി ഇങ്ങനെ റോഡിലൂടെ നടന്നു. മിക്കവാറും ഞങ്ങൾ തൊട്ട് മുമ്പായിട്ട് ഗോവിന്ദൻ നായർ സാറും രാധാകൃഷ്ണ സാറും മറ്റേ മിസ്സുമാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സാറ് നടക്കുന്നത് പോലും റോഡിന് ഭൂമിക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ അതുപോലെ സോഫ്റ്റായിട്ടാണ് സാർ നടക്കുന്നത് പോലും. കയ്യിൽ മിക്കവാറൊരു കുട കാണും, കാലുള്ള കുട, അതിങ്ങനെ തൂക്കി പിടിച്ച് ഇങ്ങനെ സാർ നടന്നു വരുന്നത്. കോടതിയിൽ സാക്ഷി വിസ്താരം നടത്തുമ്പോഴായാലും ആർഗ്യുമെൻറ്റ്സ് അഡ്വാൻസ് ചെയ്യുമ്പോഴായാലും വളരെ സോഫ്റ്റായിട്ടാണ്. ഒരിക്കൽ പോലും സാറ് കോപിഷ്ഠനായിട്ടോ ബഹളം വെച്ച് കോടതിയിൽ ഒരു ബഹളം ഉണ്ടാക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയുമായിട്ടോ അവിടെ വന്നിരിക്കുന്ന വിസ്തരിക്കാൻ വന്നിട്ടുള്ള കക്ഷിയുമായിട്ടോ എതിർഭാഗ അഭിഭാഷകനുമായിട്ടോ ഒരു വലിയ എന്താ പറയുക ടെമ്പർ ലൂസ് ചെയ്തുള്ള ഒരു സംസാരമോ ഒന്നും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു 3-4 വർഷക്കാലങ്ങളിൽ സാറിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയില്ല. സാറിൻ്റെ അറിവിനെ കുറിച്ച് പറയേണ്ടതായിട്ടില്ല. ഇതിരിക്കുന്ന എനിക്ക് തോന്നുന്നു 30 വർഷത്തിന് മുമ്പുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് സാറിൻ്റെ ആരായിരുന്നു പോയിരുന്ന സാറിനുള്ളത് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ എനിക്ക് വളരെ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ സോഫ്റ്റ്നെസ്, രണ്ടെന്ന് പറഞ്ഞാൽ ബ്രെവിറ്റി. റീഡിങ്സിൻ്റെ കാര്യത്തിലായാലും ആർഗ്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും വിസ്താരത്തിൻ്റെ കാര്യത്തിലായാലും അടിച്ചു പരത്തി ഇരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറെ മോഷിപ്പിക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെൻ്റ് ഒരിക്കലും ഉണ്ടാകുന്നു. വളരെ ലിമിറ്റഡ് കൺസൈസ്ഡ് ആയിട്ട് പോയിന്റ്സ് അവതരിപ്പിച്ചപ്പോൾ തന്നെ സാധിക്കുകയും ചെയ്യും. വിസ്താരമാണെങ്കിലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നുള്ള തലമുറ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം,
ഇന്ന് ബാറും ബെഞ്ചും തമ്മിൽ പലയിടത്തും ഇഷ്യൂസ് ഉണ്ടാകും. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇഷ്യൂസ് കൂടി വരികയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അസഹിഷ്ണുത ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ട്, അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന്. അസഹിഷ്ണുതയും ഇൻടോളറൻസും അരഗൻസ് വാക്കുകളിലൂടെ പറയണമെന്നില്ല, മുഖത്ത് ഭാവം വന്നാലും മതി ഇഷ്യൂ ഉണ്ടാകാൻ. ഇരിക്കുന്ന ജഡ്ജി ഒരു കേസ് വളരെ സന്തോഷമായിട്ട് വളരെ കാര്യമായിട്ട് അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് കിട്ടുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വേണ്ടി ആ കേസ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരമമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അത് പ്രസന്റ് ചെയ്യുമ്പോൾ മുഖത്തൊരു അരഗൻസോട് കൂടി ഒരു ജഡ്ജി കഴിഞ്ഞാൽ അത് ആ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. തിരിച്ചും അതുപോലാണ്. അരഗൻസോടുകൂടി ഒരു ആർഗ്യുമെന്റ്, ഇയാളെന്തോ അയാൾക്കെന്തോ അറിയാം, വിവരമില്ലാതെ വന്നിരിക്കുക എന്നുള്ള അരഗൻസോടുള്ള ആർഗ്യുമെന്റ് ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം എങ്ങനെ പരസ്പരം പെരുമാറണം, എങ്ങനെ ബഹുമാനിക്കണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഗവർണർ സാർ ഒരു വലിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഐ കോണ്ടാക്റ്റ് ഒരു പ്രത്യേക ഘടകമാണ്. എനിക്കൊരു വലിയ ഭാഗ്യം ശ്രദ്ധിച്ചു. ഞാൻ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ട്രെയിനി ആയിട്ട് ഇവിടെ തന്നെ വരാനുള്ളൊരു അവസരം കിട്ടി. ഇപ്പോഴങ്ങനെ കൊടുക്കുന്നില്ല. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ട്രെയിനിമാർക്ക് അവരുടെ പ്രാക്ടീസ് ചെയ്ത സ്ഥലത്ത് ട്രെയിനിങ്ങിന് വിടാറില്ല. ഇന്നത്തെ കാലത്ത് എനിക്ക് ഇവിടെ കോർട്ട് ട്രെയിനിങ്ങിന് ഇവിടെ തന്നെ ഈ മുനിസിപ്പൽ കോടതിയിലും ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലും കോർട്ട് ട്രെയിനിങ്ങിന് വരാനുള്ള അവസരം ഉണ്ടായി. അപ്പം അങ്ങനെ ഡയസിൽ പ്രിൻസിപ്പിൻ്റെ കൂടെ എൻ്റെ ഒരു കൊളീഗ് ഒരാളോട് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു എന്താ പറയുക ഫുൾ ബെഞ്ച് സിറ്റിങ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ഗോവിന്ദനാഥ് സാറ് താഴെ നിന്ന് ആർഗ്യൂ ചെയ്യുന്നത് കേൾക്കാനുള്ള അവസരമുണ്ട്. അതുവരെ പുറകിൽ ഇരുന്ന് കേൾക്കാനുള്ള അവസരമേ ഉണ്ടായി. അന്ന് ഡയസിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ് കാണാനുള്ള അവസരം ഉണ്ടായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ഐ കോണ്ടാക്ട് ടെക്നിക്ക് എനിക്ക് മനസ്സിലാവും. ജഡ്ജിൻ്റെ വളരെ സോഫ്റ്റായിട്ട് ഉള്ള ആർഗ്യുമെൻ്റ് ആണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കൺമുനകൾ തീക്ഷ്ണമായി ജഡ്ജിൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നോട്ടം ഒരു പ്രത്യേക നോട്ടമാണ്. ആ നോട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാകും നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് തലയിൽ കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇരിക്കാമെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും. അതനുസരിച്ച് അദ്ദേഹത്തിന് മോഡുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആർഗ്യുമെന്റ്. ജഡ്ജ് ഒരു മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ വേറെ തോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആർഗ്യുമെന്റ് അതനുസരിച്ച് സ്ലോ ഡൗൺ ചെയ്യും. അതിനുശേഷം തിരിച്ച് ജഡ്ജ് കോൺസെൻട്രേഷൻ തിരിച്ചു കിട്ടിയെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പോയിന്റിലേക്ക് കടക്കും. അപ്പോൾ ആ ഐ കോണ്ടാക്ട് അതൊരു വലിയ ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴീ ഓൺലൈൻ ആർഗ്യുമെന്റ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളതാണ്. അതാണ് ഹൈക്കോടതി ഇപ്പോൾ ഹൈബ്രിഡ് മോഡാണ്. ഓൺലൈനായിട്ട് ആർഗ്യൂ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന അഡ്വക്കേറ്റ്സിന് അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഓൺലൈനായിട്ട് ആർഗ്യൂ ചെയ്യുമ്പോൾ കണ്ണിൽ നോക്കാമെങ്കിലും നമ്മൾ ഫേസ് ടു ഫേസ് കാണുമ്പോൾ ആ ഐ കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ഓൺലൈനായിട്ട് സ്ക്രീനിൽ നോക്കിയാൽ കിട്ടില്ല. അതൊരു പ്രധാന ഘടകമാണ്. അഡ്വക്കേസിയുടെ പരമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആർട്ട് ഓഫ് കൺവിൻസിങ് ആണല്ലോ. അപ്പോൾ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഐ കോണ്ടാക്ട് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗോവിന്ദനാഥ് സാറിനുള്ള പോലെ ഒരു വിശാല മനസ്കത അഡ്വക്കേറ്റ്സിൻ്റെ ഭാഗത്തുണ്ടായാലും അതുപോലെ തന്നെ ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് അഡ്വക്കേറ്റ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ, ഒരു വിശാലമായ ചിന്ത ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ബാറും ബെഞ്ചും തമ്മിലുള്ള ടീച്ചേഴ്സ് കുറേ ഒഴിവാക്കാനും. പിന്നെ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ് അയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിക്കില്ല. ആഗ്രഹിക്കുമായിരിക്കും, പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യത്തില്ല. ചിലപ്പോഴേ ഇതിനായിട്ടുള്ള വിധി വരും. അതിനൊന്നും അവർ അഗ്രീഡാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കേസ് വിപരീതമായിട്ട് വിധിച്ചു കഴിയുമ്പോൾ മുഖം കറപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാറുള്ളൂ. മറ്റുള്ളവർക്ക് അതേ ചീരോടുകൂടി തന്നെ പിന്നെയും വരും. അവർക്കറിയാം.
പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്ന ഒരു അക്കോമഡേഷൻ, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു അസുഖം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ അതുപോലെ ഒഴിവാക്കാനാവാത്തൊരു ആവശ്യം വരുമ്പോഴാണ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു പോസിറ്റീവായിട്ട് എന്താ പറയുന്ന ഒരു വളരെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട ഒരു റെസ്പോൺസാണ് ജഡ്ജിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത്. അതാണ് പ്രധാനമായിട്ട്. പിന്നെ രണ്ടാമതായിട്ട് ഇമ്പാർഷ്യാലിറ്റി. ജഡ്ജ് എപ്പോഴും ഇമ്പാർഷ്യലായിരിക്കണം. പ്രസന്റ് ചെയ്യുന്നത് ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ്. അവിടുത്തെ വളരെ വലിയ പ്രഗത്ഭനായിട്ടുള്ള ആണെങ്കിൽ വേറെ ഒന്നും നോക്കാതെ അനുകൂലമായിട്ട് ഓർഡർ കൊടുക്കും. ഒരു ജൂനിയർ ആണല്ലോ, ഇത് എന്തെങ്കിലും പോട്ട കേസായിരിക്കും, അതുകൊണ്ട് കൊടുക്കണ്ട എന്നുള്ള വിചാരം. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ജൂനിയറും സീനിയറും തമ്മിൽ കേസ് പ്രസന്റ് ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കി ഉള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതെ ഒരു ഇമ്പാർഷ്യാലിറ്റി. അതുപോലെ തന്നെ കേസ് പ്രസന്റ് ചെയ്യുന്ന ആളുടെ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ജാതി മത ചിന്തകളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് കേസ് പ്രസന്റ് ചെയ്യുന്ന അഡ്വക്കേറ്റിന്റെ ജാതി ഇതായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആൾക്കാരൊന്നും ഇപ്പം ജുഡീഷ്യറിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ഇമ്പാർഷ്യാലിറ്റി അതാണ് പ്രധാനമായിട്ടും ഡിസിഷൻ്റെ കാര്യത്തിലായാലും അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും ഒരു ഇമ്പാർഷ്യാലിറ്റി. ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾക്ക് സൂചിപ്പിച്ചത് പോലെ ഒരു സോപ്പറേറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ആർഗ്യൂ ചെയ്തതെന്നല്ല ഞാൻ പറഞ്ഞത്. അലക്സാറിൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ ഇരുന്നാലും ആൾക്കാർക്ക് കേൾക്കാവുന്ന രീതിയിൽ അത് മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് ആർഗ്യൂ ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലരുടെയെങ്കിലും ആർഗ്യുമെന്റ് ചിലപ്പോൾ അതിലൂടെ ഒരു ബ്രൗബീറ്റിംഗ് എന്ന് പറയുന്നത്. ബ്രൗബീറ്റിംഗ് ഇന്റിമിഡേഷൻ ഞാൻ പറയുന്നില്ല. ബ്രൗബീറ്റിംഗ് എന്ന് പറയുന്ന ഒരു നിലയിലോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടായിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രധാനമായിട്ടൊരു കാര്യം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുന്ന കാര്യം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. റിവ്യൂ പെറ്റീഷനാണ് അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ഒരു ജഡ്ജി പാസ്സാക്കിയ ഓർഡർ തെറ്റാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി ചെന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ് റിവ്യൂ പെറ്റീഷൻ. വേറെ പാരന്റ് ഫേസ് ഓഫ് റെക്കോർഡ്, ഡിസ്കവറി ഓഫ് ന്യൂ എവിഡൻസ്, ഇനി അതർ അനലോഗസ് റീസൺസും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെയാണെങ്കിലും ഇയാൾ എഴുതിയേക്കുന്ന ഉത്തരവ് ശരിയല്ല എന്ന് മുഖത്ത് നോക്കി പറയുകയാണ് ചെയ്യുന്നത്. റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത്. റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. പക്ഷെ അതിൽ നിന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ വിഡിത്തമാണ് എഴുതി വെച്ചേക്കുന്നത്, മണ്ടത്തരമാണ് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് ഇത് മാറ്റണമെന്ന് പറയുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് അപ്പീൽ കോടതികളുണ്ട്. അപ്പീൽ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ലോ ആയാലും ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആയാലും ഫസ്റ്റ് അപ്പീലിൽ എല്ലാத்தைയും ചെയ്യാൻ എടുക്കും. അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ബ്രെവിറ്റിയുടെ കാര്യം. ബ്രെവിറ്റി ജഡ്ജിനും അഡ്വക്കേറ്റ്സിനും എല്ലാം ഒരുപോലെ ബാധകമാണ്. ഹൈക്കോടതിയിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയിട്ട് ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്യാനെങ്കിൽ ഏറ്റവും നമ്മൾ സ്വരൂപിക്കേണ്ടതായിട്ടൊരു ക്വാളിഫിക്കേഷൻ ഞാൻ നോക്കിയത് മുന്നിൽ വരുന്ന ഒരു കെട്ട് പേപ്പർ ബുക്ക് കാണും. ഓരോ കേസിലും പെറ്റീഷനായാലും ക്രിമിനൽ കേസ് ആയാലും എന്തായാലും ഒരു കെട്ട് കാണും. അതിനകത്ത് പാരഗ്രാഫുകളുടെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇത് എത്രയും കുറച്ച് സമയം കൊണ്ട് ഇതിൻ്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മിനിമം ടൈമിൽ ഇതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് എന്താണെന്ന് മറിച്ച് നോക്കിയിട്ട് അത് മനസ്സിൽ നോക്കാൻ ഞാൻ പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള മുതിർന്ന തലമുറയിലുള്ള ആൾക്കാർ, കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം സിസ്റ്റത്തിൽ നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കാനോ കമ്പ്യൂട്ടർ നോളജ് കമ്പ്യൂട്ടർ സേവ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടായാലും കുറഞ്ഞ സമയം കൊണ്ട് ഇതിനകത്ത് സമ്മാൻ സബ്സ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവ് സ്വരൂപിക്കുകയാണ് ഒരു ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ 1.5 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായി. ബ്രെവിറ്റി വളരെയധികം പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു അന്യായം എഴുതുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി, പ്രത്യേകിച്ച് ഒരു വീക്ക് കേസ് ആണെങ്കിൽ ഒന്ന് കൺഫ്യൂസ് ചെയ്യിച്ച് എഴുതി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും. പക്ഷെ തിരിച്ചാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അന്യായം നോക്കി വായിക്കുമ്പോൾ തന്നെ ജഡ്ജിൻ്റെ ഭാഗത്തിൽ നെഗറ്റീവ് ഇംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് കേസിനെ അൾട്ടിമേറ്റായിട്ട് ദോഷം ചെയ്യുന്നു. ഉള്ള കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട്
നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് ഗ്രഹിക്കത്തക്ക രീതിയിൽ സംക്ഷിപ്തമായിട്ട് എഴുതി ഉള്ള പ്ലീഡിങ്സ്, ആർഗ്യുമെന്റ്സ് അതുപോലെ റെപ്പറ്റീഷൻ ഒഴിവാക്കി പറയേണ്ട കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. പക്ഷെ പറയുന്നത് ജഡ്ജിന് ബോധ്യമായി എന്ന് ഉള്ളൊരു ഉറപ്പായതിനു ശേഷം മാത്രം ആർഗ്യുമെന്റ്സ് എടുക്കുന്നതായിട്ടുള്ളൂ. പക്ഷേ റെപ്പറ്റീഷൻ ഒഴിവാക്കുക. വിസ്താരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ സാക്ഷിയെ കൂട്ടിൽ നിർത്തി വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചോദിച്ച് അൺപ്ലസന്റ് സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാനോ വളരെ ലെവലായിട്ടുള്ള പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങനെ ചോദിച്ച് അപ്പോൾ തന്നെ അവിടെ ഇരിക്കുക. അങ്ങനെയുള്ള അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഇംപ്രഷനാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ കേസ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയത്തില്ല, പറയുന്നത് 10 മിനിറ്റുകളായി ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡായിരിക്കും അങ്ങനെയുള്ളവരെ കുറിച്ച് ജഡ്ജിനുണ്ടാകുന്നത്. ഗോവിന്ദൻ സാറ് അതിന് പറയാവുന്ന ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞ 2-3 ദിവസം എനിക്ക് ഒട്ടും സമയം കിട്ടാതെ പോയതുകൊണ്ട് എൻ്റെ മനസ്സിരുത്തി ആലോചിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് സംഭവങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും വളരെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഗൃഹാതുരത്വം ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പത്തനംതിട്ട ബാർ അസോസിയേഷൻ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഒരു മാറ്റവുമില്ല. പക്ഷേ വലിയ താമസമില്ലാതെ ഈ ബിൽഡിംഗ് ഈ ബാർ അസോസിയേഷൻ കോളേജുകളെ മാറി നല്ല രീതിയിൽ മറ്റുള്ള പല കോളേജുകളെ പോലെ വളരെ ഗംഭീരമായിട്ടുള്ള കോടതികളും കോടതി മുറികളും ബാർ അസോസിയേഷൻ ഹോളും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സാറിൻ്റെ പേരിലുള്ള എൻഡോമെൻറ്റിന് അർഹയായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീമതി വർഷയെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമസ്കാരം. Thank you, sir. The next guest of honor is Honorable Justice Ishwaran S., who had started his practice in the year 1999 as a junior to his father, late Sri E. Subramani Iyer. He had served as a standing counsel for Indian Bank and Life Insurance Corporation of India and panel lawyer for State Bank of India. Later in the year 2024, he was sworn in as additional judge of High Court of Kerala. For memorial speech, I would like to invite our guest of honor, Honorable Justice Ishwaran sir. Please come. My esteemed brother, Justice Girish, Shirajuddin, Secretary, District Bar Association, President, Sri Sam Kochi, G. Anil Kumar, Additional District and Sessions Judge, Jomo Kochi, the Treasurer of the District Bar Association, the other dignitaries who are present today, and the members of the legal fraternity. In fact, my presence today is a sheer coincidence and a sheer chance. But for the inconvenience of Justice Govinda, my close friend, who was supposed to inaugurate this event. But when we gather here today to commemorate the extraordinary life and career of late N.S. Govinda Nair, and I believe that my brother, Justice Girish, is the best person whom could have spoken about late Govinda Nair. Govinda Nair, we all know, was born to Raman Pillai and Lakshmi Amma of Aikar House, an ancient and reputed family at Nirulagam at Cheganur. Late Govinda Nair, of course, had an illustrious career, and it will be out of place if
if I start to mention the long history and tradition of late Govind Nair. But when we gather here today for commemorating his 25th year of demise, and also the occasion could be none better than the 23rd Endowment Award function. As we reflect upon the remarkable 58 years of journey which Sri Govind Nair had, we must all be astonished how true he had been to this profession. The legacy of Sri Govind Nair would inspire the younger generation of this bar and also the future generation to come. His integrity, wisdom and commitment to justice even lingers in the mind of this bar, that which I could gather from the words spoken by my esteemed brother Justice Peace. We all know that at this age, the great inconsistency which we are facing in this profession, the younger generation finds greatly insecure because of the financial constraints, which prompts them to immediately become independent and go for the beliefs. As a lawyer, I had never thought about the problem that was being faced by the bench when such juniors who start independent practice immediately after their enrollment appear before the judges. It has always been the tradition of this profession that the members of the legal fraternity who get enrolled themselves would start their career behind a solid senior. At the first, the junior lawyers would be required to study how the senior presents the brief before the court. In that way, the junior lawyers also studies the mannerism of the judge and how the senior tackles the bench and comes out successful. This is probably a thing lacking which in the modern times. But the members of the bar should not feel that the younger generation is being criticized. In fact, the younger generation turns out to be really good. But then what requires is a proper mentoring, how to present themselves before the judge. With the skill now they have and they possess, unlike the earlier times, with the advent of the technology, they could still do better. That is the position where or the X factor comes in, and we look upon the life presented before us in the form of the legacy of Sri Govind Nair. In the profession, we have few who had the tenure of completing more than 50 years at the bar, which is quite a rarity. But what I have been given to understand that late Govind Nair, over this 6 decades of service, had navigated towards the true goal, unwavering,
towards the intricacies of law with grace and intelligence. As I said earlier, my presence today being a sheer coincidence, but I believe that I was destined to be present to address this gathering. When Mr. Unikishan came forward with this suggestion, then only I realized the long association with Govindan Nair had with my grandfather, late Advocate A.C. Suray. And then I believe that it is only befitting that a member of that family pays respect to the noble soul on this great occasion. And rather fortunate to be present here because of the association of late Govindan Nair with my grandfather. We all know that late Govindan Nair was a mentor and a guide to many and a friend to the legal fraternity. The manner of late Govindan Nair in solving the intricate questions of law in a more simple manner should certainly inspire the younger generation and should look upon the legacy of Sri Govindan Nair to mold themselves in this profession. It was not merely the successful resolution and also the victories in the court that made the legacy of Sri Govindan Nair lingering in our minds. It was his dedication, fairness and honesty and true commitment towards the brief which have made his names written in the golden words of this bar association. As we commemorate the career of late Govindan Nair, we do so with profound gratitude and admiration towards his commitment to the principles of justice, dignity and legal profession and well-being of the people who he served. I hope that the legacy left behind by late Govindan Nair will certainly inspire the future generation of this path. Thank you, Jai Hind. Thank you so much, sir. Now, I would like to call upon the much awaited Advocate N. Govindan Nair Award winner for the year 2023 to 24. Let us have a big applause for Advocate Varsha S. Please come on to the stage and receive the memento from our Chief Guest, Honorable Justice E. Girish. So I request to hand over the memento to the Advocate Varsha S. Let us have a big applause. Now I request Honorable Justice Ishwaran sir to hand over the certificate and cash award to. Thank you, Varsha. Thank you, everyone. For keynote address, I would like to invite Honorable Judge G. Anil Kumar sir, Honorable District and Sessions Judge Pathan. The Honorable Judges of the Honorable High Court, Honorable Justice Mr. J. Girish, Honorable Justice Mr. Ishwaran S., the President of the Bar Association, the Office Bearers of the Bar Association, judicial officers, senior and junior advocates, my dear friends. I am very thankful to the office bearers of this Bar Association Pathanamthitta and the family members of Advocate N. Govindan Nair to allow me to be a part of this endowment award ceremony. It gives me great pleasure being with you in this afternoon.
As you are aware that this meeting is convened to present the 23rd Endowment Award. That means that 22 endowments awards are already given to the best persons in the legal field. The family members of the great soul are doing wonderful service in the legal field for the betterment of the profession. The office bearers of this association came before my chamber yesterday, and they have given me a clear picture about the life of Advocate N. Govindan Nair. It is informed me that he enrolled in the year 1942 in the pre-independent era as an advocate and started practice in the courts at Chengalpattu. Having had a couple of years of practice at Chengalpattu, he shifted his practice to Pathanamthitta in pursuit of a new horizon in law, where he practiced until his last breath. I was told that he has had 58 years of active and successful practice, mainly in the field of civil law. It is learned that he taught law, moved with the law, and slept with the law, only to wake up in the next morning to adore her again. He had profound and vast and deep knowledge in law and its application, and he will be a model for other lawyers in the matters relating to preparation of suits, examination of parties, and arguments. I was informed by the Bar Association office bearers that indeed the advocates at Pathanamthitta are very proud of him. He was the additional ground breeder on 2 occasions from 1965 to 1968, and again for another term from 1974 to 77. And I was further told he was a directable member of NSS and had involvement in the socio-cultural spheres at Pathanamthitta. I, on behalf of the district judiciary, express our sincere thanks to the Bar Association and the family members of the great legal luminary in convening this endowment ceremony and presentation of the award. Thank you. Thank you, sir. Now, I would like to invite Advocate Jomo Kosi, sir, Treasurer, District Bar Association, to deliver vote of thanks. Advocate Govindan Nair Memorial Endowment Award ചടങ്ങിന്റെ അധ്യക്ഷൻ Advocate Sam Kosi sir, Honorable High Court of Kerala Judges, Justice G. Girish Kumar sir, Justice Ishan S. sir, Principal Jilla Court ചുമതലയുള്ള G. Anil Kumar sir, Advocate T.H. Surajuddin, Honorable Judicial Officers, Public Prosecutors, അഭിഭാഷകർ, ക്ലർക്കന്മാരെ, സഹപ്രവർത്തകർ. 23ാമത് അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് ദാന ചടങ്ങിന്റെ സമാപനം ദേശീയ ഗാനത്തോടുകൂടി ഇവിടെ സമാപിക്കുന്നതാണ്. 2012 അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ എൻഡോമെന്റ് അവാർഡ് ദാന ചടങ്ങിൽ ഞാനും ഒരു ആപ്ലിക്കേഷൻ നൽകിയിരുന്നു. അന്ന് ഇവിടുത്തെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അലക്സ് പി ചാക്കോ സാറിന്റെ ജൂനിയർ നോബിൻ അലക്സ് ആണ് അന്ന് ആ അവാർഡിന് അർഹനായത്. ഇന്ന് അതേ സ്ഥാനം തന്നെ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണ സാറിന്റെ ജൂനിയർ വർഷ എസിന് ലഭിച്ചിരിക്കുന്നു. ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വളരെ ഒപ്പം തന്നെ വർഷയോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത നിരവധി പേരുണ്ട്. അവരോടും പത്തനംതിട്ട ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നേരെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് ദാന ചടങ്ങിന്റെ നടത്തിപ്പിനും വിജയത്തിനും വേണ്ടി നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച പത്തനംതിട്ട ബാർ അസോസിയേഷന്റെ പ്രസിഡന്റിന് സാം കോസിനോടുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ തിരക്കുള്ള സമയത്തും ഈ ചടങ്ങിൽ പങ്കെടുത്ത ഉദ്ഘാടനവും അവാർഡ് ചടങ്ങും നിർവഹിക്കുകയും ചെയ്ത പത്തനംതിട്ടയുടെ അഭിമാനമായ ഓണറബിൾ ജഡ്ജ് ഹൈക്കോർട്ട് ഓഫ് കേരള ജസ്റ്റിസ് ജി ഗിരീഷ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ മനോഹരമായി ഒരു അനുസ്മരണ സന്ദേശം നൽകിയ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ജസ്റ്റിസ് ഈശ്വരൻ എസ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.
മുഖ്യ പ്രഭാഷണം നടത്തിയ ജില്ലാ കോടതിയുടെ ചാർജുള്ള ജി അനിൽകുമാർ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത പ്രാർത്ഥിക്കാനും ഈ ചടങ്ങിന്റെ സംഘാടകരിൽ ഒരാളുമായ അഡ്വക്കേറ്റ് സിറാജ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചും സാന്നിധ്യം കൊണ്ടും ഈ ചടങ്ങിനെ മഹനീയമാക്കിയ ജുഡീഷ്യൽ ഓഫീസർമാരോടും പബ്ലിക് പ്രോസിക്യൂട്ടർമാരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ബാർ അസോസിയേഷന്റെ ശക്തി ഇവിടുത്തെ അഭിഭാഷകരാണ്. സീനിയർ അഭിഭാഷകരോടും ജൂനിയർ അഭിഭാഷകരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അഭിഭാഷക ക്ലർക്കിന്റെ സാന്നിധ്യം അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതിനു പുറമെ തന്നെ ഈ പരിപാടിയുടെ അവതാരകൻ അഡ്വക്കേറ്റ് അജിൽ ബി രാജൻ, പ്രയർ സോങ് പാടിയ വിനീറ്റ ബി സാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ബോർഡ് നിന്ന് സഹകരിച്ച പി ഉണ്ണികൃഷ്ണൻ സാറ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതുകൂടാതെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായി പരോക്ഷമായി സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Before we end the session, I would like to invite Advocate Sam Koshi, sir, President District Bar Association, to hand over the momentum to Honorable Justice Girish. Now I request Secretary District Bar Association, P.S. Srirajan, sir, to hand over the Thank you so much. It's time for winding up. It's time for national. जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे